ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ബ്രിസ്റ്റോൾ സൂവിലാണ്. ബ്രിസ്റ്റോൾ സൂ നേരത്തെ ബ്രിസ്റ്റോൾ സിറ്റി സെൻ്ററിന് തൊട്ടടുത്തായിരുന്നു. ഇപ്പോൾ ഏകദേശം 7 മൈൽസ് ദൂരമുണ്ട് അവിടുന്ന്. അപ്പോൾ ഇപ്പോൾ അവർ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫോറസ്റ്റ് ടൈപ്പ് ഏരിയയിലേക്കാണ് ഇത് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. To the Bristol Zoo and it's gonna be really fun and I guess we have really fun and we got a nap and we are going to nap to Steve West and it was like that, okay? Hi friends, so now we're going to Bearwood and Bearwood is my really favorite thing. So bye! അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെക്കാട്ടിലും കൂടുതൽ തൻഷികയായിരുന്നു എക്സൈറ്റഡ്. അപ്പം തൻഷിക ആദ്യം തന്നെ ഒരു വലിയ ലിസ്റ്റൊക്കെ റെഡിയാക്കിയായിരുന്നു, ഏതൊക്കെ ആനിമൽസിനെ കാണണം, അങ്ങനെ കാണുന്ന ആനിമൽസിനെയൊക്കെ ടിക്ക് ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഓരോ സെക്ഷൻസ് ആയിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് 8000 BC, 2000 BC, 1000 BC അങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആനിമൽസിനെ ആയിട്ട്. നോക്കടാ, ബെയർ ഇരിക്കുന്നുണ്ട്. ഇപ്പം 8000 BC ബെയർ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ബെയറിൻ്റെ ഒരു സെക്ഷന്, പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ 2000 BC. അപ്പോൾ ആ സമയത്ത് വൂൾഫ്, അതല്ലാതെ വേറെ ടൈപ്പ് ആനിമൽസ് ഇതൊക്കെയായിരുന്നു കൂടുതൽ. മീൻസ് ലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്യാറ്റ് ടൈഗറിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി പോലത്തെ അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ അവർ പല കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബെയർ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല സൈസുള്ള ബെയർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഫറും, അതേപോലെ ഇറ്റ് വാസ് റിയലി ഹ്യൂജ്. ഞങ്ങൾ ബ്രിസ്റ്റോൾ പഴയ സൂ വിസിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മളൊരു കാട്ടിനകത്ത് നമ്മൾ തെന്മലയൊക്കെ പോകത്തില്ല, ആ ഒരു ഫീലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം ഇത് നിങ്ങൾക്കിപ്പം കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് വൂൾവറൈൻ, അതായത് വൂൾഫിൻ്റെ ഫാമിലിയിൽ പെട്ടിട്ട് ഉള്ള ഒരു ആനിമലാണ്. ഗ്ലൂട്ടൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഇവരെന്താണെന്ന് വെച്ചാൽ ദേ കിൽ മോർ ദാൻ ദേ ഈറ്റ്. അവർക്ക് ആവശ്യമുള്ള ഫുഡിനെക്കാട്ടിലും അവർ ഒരുപാട് ആനിമൽസിനെ കൊന്നിട്ട് ആ മീറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ സ്നോയി ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ ഈ സ്നോയുടെ അടിയിലൊക്കെ ഇവർ ഇത് ഹൈഡ് ചെയ്ത് വെക്കും. അവർ ഇവിടെ ഓരോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആനിമൽസിൻ്റെ എക്സിസ്റ്റൻസ് കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ 1000 BC 1000 BC ഇവിടെ ഉണ്ടായിരുന്ന വൂൾഫ്, ബെയർ, ലിങ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആനിമൽസ് ആണ്. ഈ ഒരു സെക്ഷൻ വൂൾഫിൻ്റെ ആയിരുന്നു. വൂൾഫ് നല്ല സൈസും നല്ല ഫാറ്റായിട്ടുള്ള വൂൾഫായിരുന്നു. അതുപോലെ നമുക്ക് എപ്പോഴും കാണാം ഇവർ ഗ്രൂപ്പ്സ് ആയിട്ടേ നടക്കത്തുള്ളൂ. ഈ വൂൾഫ് ഒരു ഗ്യാങ് ആയിട്ടാണ് അവരെപ്പോഴും. ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന പോലത്തെ അല്ല. ഇതൊരു തരം നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ഇത് കുറച്ച് ലൈറ്റായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ദേ ലീവ് ഇൻ സ്നോ ഓൾസോ, ആ ഒരു ടൈപ്പ് വൂൾഫാണ് ഇവിടെയൊക്കെ കാണുന്ന രീതിയിൽ. നമ്മൾ പണ്ട് റെഡ് റൈഡിംഗ് ഹുഡ് സ്റ്റോറിയിലൊക്കെ കാണുന്ന പോലത്തെ വൂൾഫുകളാണ് ഇത്. ഈ സൂവിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു ബ്രിസ്റ്റോൾ സൂ പ്രോജക്റ്റ് പോലെയാണ് അവർ, അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആനിമൽസിനെ കൺസർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് പോലെയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പം കുറേ ഇതേപോലത്തെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ഇതിൻ്റെ പണി നടക്കുന്നുള്ളതുകൊണ്ട് കുറേ ഇതൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുവാണ്. എനിക്കൊന്ന് കുറച്ച് ആനിമൽസിനൊന്നും അവരവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. സോ അടുത്തത് മീർ കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആനിമലാണ്. ഇത് ആഫ്രിക്കൻ റീജിയൻസിലാണ് കണ്ടുവരുന്നത്, ഡെസേർട്ടിൽ, ആഫ്രിക്കൻ ഡെസേർട്ട്സിൽ. അപ്പോൾ ഇത് സ്കോർപ്പിയൻസിനെയാണ് കഴിക്കുന്നത്. ഇത് ഇവരുടെ നെയിൽസും കൊണ്ട് ഇവരിങ്ങനെ മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് സ്കോർപ്പിയോണിനെ തപ്പിപ്പിടിച്ച് കഴിക്കുന്നതാണ്. ഇവരുടെ ബേബീസിനെ പപ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അടുത്തത് ഒരു റിവർ ഹോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമലാണ്. ഇതും ആഫ്രിക്കൻ റീജിയൻസിൽ കണ്ടുവരുന്ന ഒരു ആനിമൽസാണ്. മീർ കാറ്റിനെയും ഹോഗിനെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ദിസ് ഇസ് ദ ലാർജസ്റ്റ് ബേർഡ്, ഓസ്ട്രിച്ച്. അപ്പം ഓസ്ട്രിച്ചിൻ്റെ ഷെല്ലിൻ്റെ രൂപത്തിൽ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും നീളമുള്ള ലെഗുള്ള ബേർഡും ഓസ്ട്രിച്ചാണ്. ഏറ്റവും വലിയ എഗ് ഉള്ളതും ഓസ്ട്രിച്ചിനാണ്. സോ അവിടെ ഒരു എഗ്ഗിൻ്റെ രൂപത്തിലൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. കാണാൻ പോകുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആനിമലാണ്, അതായത് ചീറ്റ. അടുത്ത സീബ്ര ആണ്. സീബ്രേനെ നമുക്ക് പറയാവുന്നത് ഒരു യൂസും ഇല്ലാത്ത ഒരു ആനിമലാണ് സീബ്ര. അപ്പോൾ ഇതടുത്ത് ലെമൂഴ്സ് ആണ്. ലെമൂഴ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. ഗോൾഡൻ ഹെഡും ഇത് റിങ്
മാതിരി റിംഗ് ടെയിൽഡ് ആയിട്ടുള്ള ലെമൂഴ്സും. അപ്പോൾ ലെമൂഴ്സ് പൊതുവേ ഓസ്ട്രേലിയയിൽ സതേൺ ഓസ്ട്രേലിയൻ റീജിയനിലാണ് ലെമൂഴ്സിനെ കാണപ്പെടുന്നത്. ഈ ലെമൂഴ്സിൻ്റെ എക്സിസ്റ്റൻസ് വെച്ചിട്ടാണ് നേരത്തെ ഒരു കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഓസ്ട്രേലിയനെയും പിന്നെ ഏഷ്യേനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചിരുന്നത്, സുന്ദരകാന്ഡം എന്നും പറഞ്ഞിട്ട്. ഒരു ഹണി എക്സ്ട്രാക്ഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് പക്ഷേ അത് ലൈവായിട്ട് ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം ആ ഒരു ടൈമിങ്ങിൽ. പിന്നെ ഇത് ജിറാഫിൻ്റെ സെക്ഷനാണ്, പക്ഷേ ഫീഡിങ് ടൈം ഒന്നും വേണ്ട, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് പിന്നെ ഒരു വെറൈറ്റി ഓഫ് ചിമ്പാൻസിയുടെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു ആനിമലാണ്. ബ്രിസ്റ്റോൾ സൂവിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിലെല്ലാം നമ്മളിപ്പം കവറപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ ബെയറിനെ കാണാൻ പോകുന്ന വഴിക്ക് അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര അധികം ആനിമൽസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ബ്രിസ്റ്റോൾ സൂവിൽ. ഇനിയിപ്പോൾ കുറേ ഇവർ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്, അപ്പം കുറേ ഇതൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കും, അപ്പോൾ എല്ലാം കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ. ഇതൊക്കെയാണ് ബ്രിസ്റ്റോൾ സൂവിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബൈ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.